ഇന്ന് നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് പീനട്ട് മസാല ചാറ്റ്. നമ്മുടെ നിലക്കടല കൊണ്ട് തന്നെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാല ചാറ്റാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. പീനട്ട് മസാല ചാറ്റ് തയ്യാറാക്കാനായി ആദ്യം കുറച്ച് നിലക്കടല വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. 7 മുതൽ 8 മണിക്കൂർ വരെ നല്ലപോലെ കുതിരാൻ അനുവദിക്കണം. വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിരുന്ന നിലക്കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നിലക്കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് 10 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കടലയുടെ വേവ് അനുസരിച്ച് ചിലപ്പോൾ വിസിൽ കൂട്ടിയോ കുറച്ചോ ഒക്കെ വെക്കേണ്ടി വരും. ഇവിടെ ഞാൻ ചെറിയ കുക്കറാണ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് വിസിൽ വരും. അതുകൊണ്ടാണ് ഞാനിവിടെ 10 വിസിലാക്കിയത്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കടല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാല ചാറ്റിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. വളരെ കുനുകുനാന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. അടുത്തതായിട്ട് കട്ട് ചെയ്യുന്നത് സാലഡ് വെള്ളരിക്കയാണ്. സാലഡ് വെള്ളരിക്കയിലെ പകുതിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഞാനിവിടെ തയ്യാറാക്കുന്നുള്ളൂ. അതിനിത് തന്നെ ധാരാളം. വെള്ളരിക്കയും കുഞ്ഞായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്യാരറ്റാണ്. നമുക്ക് ആദ്യം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിന് ശേഷം നമ്മളിത് ഗ്രേറ്റ് ചെയ്താണ് എടുക്കാൻ പോകുന്നത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്യാം. വളരെ കുഞ്ഞായിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം ഈവണായിട്ട് മിക്സ് ആവുകയുള്ളൂ. മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിന് നല്ല പച്ച മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറാണ്. പക്ഷെ എൻ്റെ കയ്യിലുള്ള ഈ മാങ്ങ ചെറുതായിട്ടൊരു മഞ്ഞ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പഴുക്കാൻ തുടങ്ങിയിട്ടുള്ള സ്റ്റേജാണ്. ഇതും ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ. മാങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. മല്ലിയിലയും അതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കടല ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, എല്ലാം ഈവണായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പീനട്ട് മസാല ചാറ്റ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാറ്റ് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ആംചൂർ പൗഡർ. ഈ ആംചൂർ പൗഡർ എന്ന് പറയുന്നത് ഡ്രൈ മാംഗോ പൗഡറാണ് കേട്ടോ. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. ഇതും സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്.
ഇനി ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി കൂടി പോകരുത്. ഓൾറെഡി നമ്മൾ മാങ്ങയും ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പീനട്ടും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടോടുകൂടി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ, അടിപൊളിയാണ്. നമ്മൾ ഈ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന മറ്റേ ചുണ്ടലില്ലേ, കടല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചാറ്റ് മസാല, ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. അത് നമ്മളിവിടെ പീനട്ട് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. ബീച്ചെന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ബീച്ച് സൈഡിലുള്ള ഈ ചാറ്റ് മസാലയും പാനിപൂരി ഇതുപോലത്തെ ഐറ്റംസാണ്. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ മൈൻഡിലൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. നമ്മുടെ അടിപൊളി പീനട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ പീനട്ട് മസാല ചാറ്റ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.